പ്രതിമകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും മുതലെടുപ്പുകളും ഇന്ത്യയിൽ ഒരുപക്ഷെ സർവ്വസാധാരണമാണ് എന്ന് തന്നെ പറയാം. ഇതിൽ ലേറ്റസ്റ്റായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് തെലങ്കാനയിൽ നിന്നാണ്. അതായത് തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയായ BRSലെ ഒരു പ്രോമിനൻ്റ് ഫിഗറും അവിടുത്തെ MLAയുമായ KTRമാണ്. അദ്ദേഹം മുൻ മന്ത്രി കൂടെ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലാണ് ഇപ്പോൾ ഒരു വാർ ഓഫ് വേർഡ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്താണെന്ന് പറഞ്ഞാൽ ഒരു രാജീവ് ഗാന്ധിയുടെ പ്രതിമയെ ചൊല്ലിയാണ്. അതായത് തെലങ്കാന സംസ്ഥാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെലങ്കാന സംസ്ഥാനം രൂപീകൃതമാകുന്നത് 2014 ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് തെലങ്കാന വിട്ടുമാറി പ്രത്യേക സംസ്ഥാനം ആയി രൂപീകരിക്കുന്നത്. വളരെ ഏറെ കാലത്തെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കാര്യം സാധ്യമായത്. നമ്മൾ പ്രക്ഷോഭങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് തന്നെ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു തെലങ്കാന എന്നൊരു റീജിയൻ, കാരണം ഒരു കൾച്ചറലി ഭാഷാ അടിസ്ഥാനത്തിലൊരു രൂപീകൃതമായ ആദ്യ സംസ്ഥാനം കൂടെയാണ് ആന്ധ്രാപ്രദേശ് എന്ന് നമുക്കറിയാം. ഭാഷാടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും രൂപീകൃതമായത്. തെലുഗു എന്നുള്ളൊരു പൊതുഭാഷയാണ് എല്ലാ റീജിയണിലും ഈ ഒരു തെലങ്കാന ആന്ധ്ര റീജിയണിലെല്ലാം സംസാരിച്ചിരുന്നെങ്കിലും കൾച്ചറൽ ഐഡൻറ്റിറ്റി ഇങ്ങനത്തെ കുറച്ച് ബേസിസിൽ അന്ന് തെലങ്കാന പ്രത്യേക സംസ്ഥാനം വേണമെന്നുള്ളൊരു ആവശ്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ പേരിൽ ആ ഒരു വാദം വീണ്ടും ശക്തമായിക്കൊണ്ടിരുന്നു. പിന്നെ ഏകദേശം 2009-10 ശേഷം തെലങ്കാന രാഷ്ട്രസമിതിയുടെ പേരിൽ തെലങ്കാന രാഷ്ട്രസമിതിയും ഏറെ വർഷങ്ങളോളം അവിടെ പ്രവർത്തിക്കുകയും ഈ ഒരു പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിക്കുകയും പ്രക്ഷോഭങ്ങളെല്ലാം നയിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുൻനിരയിൽ നിന്നത് KCR എന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ 2014 ഈ ഒരു തെലങ്കാന സംസ്ഥാനം രൂപീകൃതമാകുന്നു. അതിനുശേഷം KCRൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു TRS എന്നുള്ള തെലങ്കാന രാഷ്ട്രസമിതി അവിടെ സംസ്ഥാനത്തിൽ ഭരണം പിടിക്കുകയും 10 വർഷത്തോളം അവർ ഭരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് അവരുടെ പാർട്ടിയുടെ പേര് എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു റീവാമ്പിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ പാർട്ടിയുടെ പേര് മാറ്റിയിരുന്നു. തെലങ്കാന രാഷ്ട്രസമിതി എന്നത് മാറ്റി ഭാരത് രാഷ്ട്രസമിതി എന്നാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഏകദേശം 10 വർഷത്തിന് ശേഷം വീണ്ടും കോൺഗ്രസ് ഗവൺമെൻറ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം തിരിച്ച് പിടിക്കുക ആയിരുന്നു. അത് വെറുതെ ഒരു തിരിച്ച് പിടിക്കുക എന്ന് മാത്രമല്ല, ഈ ഒരു സംസ്ഥാന രൂപീകൃത സമയത്ത്, അതായത് 2014 ആ ഒരു സമയത്ത് കേന്ദ്രം ഭരിച്ചിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസ് എന്നൊരു പാർട്ടി തന്നെ 2 സംസ്ഥാനങ്ങളിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഒന്ന് വൈബ്ഡ് ഔട്ട് ആകുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വേണമെങ്കിൽ നല്ലൊരു അപ്രൈസിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് തിരിച്ചു വരികയും അധികാരം പിടിക്കുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിമ വിവാദം എങ്ങനെ ഉടലെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസംബ്ലി പരിസരത്ത് ഒരു രാജീവ് ഗാന്ധിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ ഇപ്പോഴത്തെ കോൺഗ്രസ് ഗവൺമെൻറ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇത് തുടക്കം മുതലേ BRS ഇതിനെ എതിർക്കുകയാണ്. പക്ഷേ അവർ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തെലങ്കാന എന്നൊരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഈ ഒരു റീജിയനോ രാജീവ് ഗാന്ധി യാതൊരു സംഭാവനകളും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇവിടെ ഒരു പ്രതിമ എന്നായിരുന്നു അവർ തുടക്കം മുതലേ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരെ വെട്ടിലാക്കിക്കൊണ്ട് KCR തന്നെ, അതായത് മുൻ മുഖ്യമന്ത്രിയായ KCR തന്നെ നടത്തിയ ഒരു വീഡിയോ ശകലമാണ് പിന്നീട് അവരെ വെട്ടിലാക്കിയത്. കാരണം KCR അക്നോളജ് ചെയ്യുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻസ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് വിസ്മരിക്കാനാവില്ല എന്നാണ്. കാരണം അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻസിന് ശേഷമാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും പിന്നെ ഒരു IT ബൂമൊക്കെ ഹൈദരാബാദിൽ പിന്നീട് ഇമ്മീഡിയറ്റ് ആയിട്ടല്ലെങ്കിൽ കൂടെ പിന്നീട് അതിനൊക്കെ ഈ ഒരു കാര്യങ്ങളിലേക്കെല്ലാം നയിച്ചത്. അതെല്ലാം നമുക്ക് രാജീവ് ഗാന്ധിയുടെ കോൺട്രിബ്യൂഷനായിട്ട് തന്നെ കണക്കാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു പാർട്ടിയെ തന്നെ വെട്ടിലാക്കുകയും മുഖ്യമന്ത്രിയുമായി കൊമ്പ് കോർത്തിരുന്ന KTR, അതായത് KTR എന്ന് പറയുന്നത് KCRൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷീണമാവുകയും പിന്നീട് അദ്ദേഹം ഇതിൽ നിന്നൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ശക്തമായ വാദപ്രതിവാദങ്ങളുമായി മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് പിന്നീടുണ്ടായത്. അതിനുശേഷം ഇതിൻ്റെ ഒരു മറുപടി എന്നോണം ശ്രീ രേവന്ത് റെഡ്ഡി അദ്ദേഹം നടത്തിയ ഒരു പബ്ലിക് സ്പീച്ചിൽ എടുത്തു പറയേണ്ടത്, ഈ ഒരു സ്പീച്ച് നടത്തുമ്പോഴത്തേക്കും അവിടെ കുറേ സ്കൂൾ കുട്ടികളും ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് രാജീവ് ഗാന്ധിയുടെ പ്രതിമ ഞങ്ങൾ അനാച്ഛാദനം ചെയ്യുക തന്നെ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രതിമയുടെ മേലെ കൈവച്ച് കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ചെരുപ്പ് കൊണ്ടടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ പ്രതിമയെ കൂടാതെ ഈ ഒരു അസംബ്ലി പരിസരത്ത് അവർ തെലുഗു തല്ലി പ്രതിമ, അതായത് തെലുഗു തല്ലി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഭാരതാംബ എന്നൊക്കെ പറയുന്നത് പോലെ
ഒരു സാങ്കല്പികമായ ഒരു 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 വ്യക്തിത്വമാണ്, ഒരു 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 സ്ത്രീയുടെ ഒരു വ്യക്തിത്വമാണ്. അപ്പം ഭാരതാംബ എന്ന് പറയുന്ന അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ തെലുങ്ക് തല്ലി പ്രതിമകൾ നമുക്ക് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നമുക്ക് ഉടനീളമൊക്കെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. അത് ഒരു കയ്യിൽ കലശവും ഒരു കയ്യിൽ വിളവെടുപ്പ് നടത്തിയ ധാന്യങ്ങളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയാണ്. അപ്പോൾ തെലുങ്ക് തല്ലി പ്രതിമയും ഞങ്ങൾ ഈ ഒരു അസംബ്ലി പരിസരത്ത് ഞങ്ങൾ സ്ഥാപിക്കും. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന BRS അവർ പക്ഷേ ഈ ഒരു പ്രതിമ അവർ സ്ഥാപിച്ചിരുന്നില്ല. KTRൻ്റെ ആവശ്യം രാജീവ് ഗാന്ധിയുടെ പ്രതിമയ്ക്ക് പകരം തെലുങ്ക് തല്ലി പ്രതിമയാണ് അവിടെ വരേണ്ടത്, തെലുങ്കരുടെ പ്രൈഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുൻനിർത്തി ചെയ്യേണ്ടത് അതൊന്നാണ് പറഞ്ഞത്. അതിന് മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ തെലുങ്ക് തല്ലി പ്രതിമ നിർമ്മിക്കും, പക്ഷേ മറ്റുള്ളവർ 10 വർഷം ഭരണത്തിൽ ഇരുന്നിട്ടും അത് ചെയ്യാത്ത കാര്യമാണ്, അത് അവർക്ക് ഇത് വെറും ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്, എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രതിമ അനാച്ഛാദനം, അതായത് രാജീവ് ഗാന്ധിയുടെ പ്രതിമ എന്തായാലും അവർ ചെയ്യുന്നുണ്ട്, അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ തെലുങ്ക് തല്ലി പ്രതിമ അവർ അനാച്ഛാദനം ചെയ്യുന്ന ഒരു തീയതി ആണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതായത് ഡിസംബർ 9 സോണിയാഗാന്ധിയുടെ ജന്മദിനം കൂടെയാണ്. അപ്പോൾ അത് ഇൻഡയറക്റ്റ്ലി അദ്ദേഹം എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു സോണിയാഗാന്ധിയാണ് ഈ ഒരു തെലങ്കാന സംസ്ഥാനത്തിന് രൂപീകൃതം ആവുന്നതിൽ മുൻനിരയിൽ നിന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വായിക്കാം. ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് എടുത്ത് പറയുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഞങ്ങൾ തെലുങ്ക് തല്ലി പ്രതിമയും ഇവിടെ സമർപ്പിക്കും എന്ന്, ജനങ്ങൾക്കായി സമർപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ അടുത്ത വാദപ്രതിവാദമായി KTR പറഞ്ഞത് എക്സ് എന്ന പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ട് ആ പോസ്റ്റിൽ അദ്ദേഹം ചീഫ് മിനിസ്റ്ററിനെ വിശേഷിപ്പിച്ചത് ചീപ്പ് മിനിസ്റ്റർ എന്നാണ്. കൂടാതെ തന്നെ അദ്ദേഹം ആരോപിച്ചത് തെലുങ്കരുടെ പ്രൈഡ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയായിപ്പോയി താങ്കൾ, അതുപോലെ തന്നെ ഒരു ഡൽഹി ഗുലാമെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്, അതായത് ചീഫ് മിനിസ്റ്ററിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ഡൽഹിയുടെ അടിമ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ നടത്തിയ കുറച്ച് ഇങ്ങനത്തെ ഉള്ളൊരു സ്പീച്ച് അദ്ദേഹത്തിൻ്റെ മനോനില എത്രത്തോളം വൈകൃതമാണ് എന്ന് കാണിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, അതായത് KTR പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മനോനിലയ്ക്ക് മാറ്റം വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അത്ര നല്ല രീതിയിലല്ല ഭരണകക്ഷി എടുത്തത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ തന്നെ രാജ്യസഭാ MP ആയ അനിൽകുമാർ യാദവ് KTRനെതിരെ പോലീസിൽ പരാതിപ്പെടുകയും അദ്ദേഹത്തിനെതിരെ KTRനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. ഇതിന് മറുപടി എന്നോണം വീണ്ടും KTR രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ഇവിടെ ഗാന്ധി കുടുംബത്തിലുള്ള ആൾക്കാരുടെ പേരുകളിലുള്ള ഒരു സ്ഥാപനങ്ങളിലും പേര് മാറ്റാനോ ഒന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതൊരു ബഹുമാന സൂചകം എന്നോണമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. അദ്ദേഹം പറയുന്നത് ഇനിയൊരു 4 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇതിനു മുന്നേ ഒരു ട്വീറ്റിൽ പറഞ്ഞ കാര്യം ഞാൻ മിസ്സായി. ട്വീറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ട്രാഷ് അസംബ്ലി പരിസരത്തുണ്ടെങ്കിൽ അദ്ദേഹം ഇൻഡയറക്റ്റ്ലി പറയുന്നത് രാജീവ് ഗാന്ധി പ്രതിമ തന്നെയാണ്, അവിടെ നിന്ന് നീക്കം ചെയ്യുമെന്ന് അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് വളരെ രീതിയിലുള്ളൊരു അറ്റാക്ക് മുഖ്യമന്ത്രി നടത്തിയതും. അതിനുശേഷം KTR പറയുന്നത്, അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ഗാന്ധി കുടുംബത്തിലുള്ള ആൾക്കാരുടെ പേരിലുള്ള യാതൊരു സ്ഥാപനങ്ങളും ഞങ്ങൾ പേരുമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കൈവയ്ക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പല സ്ഥാപനങ്ങളുടെയും പേരുകൾ മാറ്റും. അദ്ദേഹം എടുത്തു പറഞ്ഞത് എയർപോർട്ട്, ഹൈദരാബാദിൻ്റെ എയർപോർട്ട് ഇപ്പോൾ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ആ ഒരു എയർപോർട്ടിൻ്റെ പേര് മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ പേര് മാറ്റും. അതുപോലെ ഹൈദരാബാദിലുള്ള സ്റ്റേഡിയം രാജീവ് ഗാന്ധിയുടെ പേരിലാണ്, ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേര് ഞങ്ങൾ മാറ്റും. അങ്ങനെ പല വേറെ നിങ്ങളുടെ ഗാന്ധി കുടുംബത്തിൻ്റെ പേരിലുള്ള എന്തൊക്കെ വേറെ സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതെല്ലാം പേര് മാറ്റും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ വിവാദം ഏകദേശം ഇത്രത്തോളം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിമ, പിന്നെ അതിനുശേഷം ഗാന്ധി കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടെയാണ് ഈ ഒരു ചർച്ചകൾ കുറഞ്ഞ കുറേ ദിവസങ്ങളായി തെലങ്കാന രാഷ്ട്രീയത്തിലെ ചർച്ചകൾ പോകുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു പക്ഷേ പറയണമെന്ന് തോന്നിയത്, ഒരുപക്ഷെ ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. കാരണം യുണൈറ്റഡ് ആന്ധ്ര ആയിരുന്ന സമയത്ത് പോലും അന്ന് വലിയൊരു പാർട്ടിയായിരുന്ന TDP ഇപ്പോൾ ആന്ധ്ര ഭരിക്കുന്നത് അവരാണ്. അവരും പറയുന്നത് രാജീവ് ഗാന്ധി അന്ന്
ഹൈദരാബാദിനോ വേണ്ടിയിട്ട് യാതൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് എയർപോർട്ടിൻ്റെ പേര് മാറ്റണമെന്നാണ്. ഒരുപക്ഷെ നമുക്ക് അറിയാം ഒരു BJP എന്നുള്ളൊരു പാർട്ടി എങ്ങനെയാണ് പട്ടേൽ എന്നുള്ളൊരു വ്യക്തിത്വത്തെ തങ്ങളുടെ ഒരു രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ BRS എന്നൊരു പാർട്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്നൊരു പേരാണ് PV നരസിംഹറാവു. നമുക്കറിയാം അദ്ദേഹം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം തെലങ്കാന സ്വദേശി കൂടെയാണ്. അപ്പോൾ ഒരുപക്ഷെ എയർപോർട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുടെ പേരോ PV നരസിംഹറാവുവിൻ്റെ പേരിലേക്ക് ഒരു മാറ്റി. കൂടാതെ തന്നെ അവരെപ്പോഴും BRS എപ്പോഴും അക്നോളജ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ മണ്ണിൻ്റെ മകനാണ് PV നരസിംഹറാവു എന്ന് BRS എപ്പോഴും അക്നോളജ് ചെയ്യുന്നൊരു കാര്യം കൂടെയാണ്. ഒരുപക്ഷെ ഈ ഒരു BJP എങ്ങനെയായിരുന്നു ഒരു പട്ടേൽ എന്നൊരു വ്യക്തിത്വത്തെ ഉപയോഗിച്ചത്, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇവരും ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പരിമിതമായ എൻ്റെ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നൊരു കാര്യം. ഇനി നമ്മൾ ഈ ഒരു പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യം തന്നെയാണ്. കാരണം ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യയിൽ വേണം. അത് സംസ്ഥാനങ്ങളുടെ ഭരണങ്ങൾ എടുത്തു കഴിഞ്ഞാലും കേന്ദ്ര ഭരണം എടുത്തു കഴിഞ്ഞാലും ഒരു ശക്തമായി ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അവരും കൂടെ മനസ്സിലാക്കണം. കാരണം ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു രീതി അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കും കുറച്ചൊരു ദീർഘവീക്ഷണം വേണം. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ തെലങ്കാനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആന്ധ്രയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു കഴിഞ്ഞു. ആന്ധ്രയിലെ തന്നെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് യുണൈറ്റഡ് ആന്ധ്ര ഭരിച്ചിരുന്ന ഒരു പാർട്ടി ഇപ്പോഴും ആന്ധ്ര വിഭജനത്തിന് ശേഷം ഇപ്പോൾ ആന്ധ്ര ഭരിച്ചത് ഇതിനു മുമ്പ് ഒരു ടേം ഭരിച്ചതും ഇപ്പോൾ വീണ്ടും ഭരിക്കുന്നത് TDP ആണ്. TDP എന്നൊരു പാർട്ടി എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളത് കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം തന്നെ മതിയാവും. കാരണം അന്ന് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹൈദരാബാദിലേക്ക് വരികയും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അഞ്ജയ്യ അദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹം ശാസിക്കുകയും ചീഫ് മിനിസ്റ്റർ അവിടെ പൊട്ടിക്കരയുകയും പിന്നെ അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ പദവിയിൽ നിന്ന് തന്നെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനുശേഷം ഇത് നല്ല രീതിയിലല്ല അന്ന് തെലുങ്കർ അത് ഏറ്റെടുത്തത്. അന്ന് അത് റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ നല്ല രീതിയിലല്ല. കാരണം അന്ന് തെലുങ്കരുടെ അഭിമാനത്തിനേറ്റ ക്ഷതമെന്നാണ് ഈ ഒരു സംഭവത്തെ പലരും വിശേഷിപ്പിച്ചത്. അതിനുശേഷം നമുക്കറിയാം TDP എന്നുള്ളൊരു പാർട്ടി തന്നെ രൂപം കൊണ്ടത് ഈ ഒരു സ്ഥിതിവിശേഷങ്ങൾക്കെല്ലാം ശേഷമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കാം. കാരണം അവരിപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ റീജിയണലായിട്ടുള്ള കുറച്ച് സെൻറ്റിമെൻറ്റ്സ്, കാരണം ഈ അതിവൈകാരികത എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ചരടുവലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുൻനിർത്തി നിൽക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഇതൊരു അതിവൈകാരികത. ഈ ഒരു അതിവൈകാരികതയെ വിറ്റുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഒരു വോട്ടാക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് കോൺഗ്രസ് കാണേണ്ടൊരു കാര്യം തന്നെയാണ്. കാരണം ഓൾറെഡി ഈ ഒരു തെലുങ്ക് ജനത, തെലുങ്ക് പ്രൈഡ്, ഇതിൻ്റെ പേരിൽ ധാരാളം സംഭവവികാസങ്ങളൊക്കെ നടന്ന ഒരു സംസ്ഥാനത്ത് ഇനി വീണ്ടും ഈ ഒരു പ്രതിവിവാദത്തിൽ അവർ ഇക്കാര്യങ്ങളെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും അവരുടെ ഭരണത്തെ തന്നെയായിരിക്കും എല്ലാവരും വിലയിരുത്തുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു അതിവൈകാരികതയെ തുറന്നു വിടാതെ നിൽക്കാനും അതിനെ ടാക്കിൾ ചെയ്യാനും എന്തെങ്കിലും രീതിയിൽ അവർ കൂടിച്ചേർന്ന് ആലോചിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഒരു സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എനിക്ക് കോൺഗ്രസ് അനുഭാവികളോടും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രധാനമന്ത്രിമാരും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നടത്തിയ സംഭാവനകളെ നമുക്ക് തീർച്ചയായിട്ടും വിസ്മരിക്കാനാവില്ല. രാജീവ് ഗാന്ധി എന്ന വ്യക്തി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ കോൺട്രിബ്യൂഷൻസ് വളരെയധികം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മൂലം നമ്മൾ ഇന്ത്യക്ക് ശക്തമായൊരു പുരോഗതി കൈവന്ന് കഴിഞ്ഞിട്ടുമുണ്ട്. അത് എല്ലാവരും രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും തുറന്ന് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എല്ലാം കൂടെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതിനോടൊപ്പം തന്നെ അതിവൈകാരികത വിറ്റ് വോട്ടാക്കാൻ നിൽക്കുന്നവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് നീങ്ങുകയും വേണം. ഇതൊക്കെയായിരുന്നു ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രതിമ വിവാദത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീണ്ടും എൻ്റെ അടുത്ത വീഡിയോയിലോ പറയുന്നതായിരിക്കും. അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള രസകരമായതോ അല്ലെങ്കിൽ അല്ലാത്തതോ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളെ, സ്ഥിതിവിശേഷങ്ങളെയും ഒക്കെ സംബന്ധിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വരുന്നതായിരിക്കും. നന്ദി.